ക്രിസ്തുയേശുവിന്റെ ധന്യമായ നാമത്തിന് വീണ്ടും മഹത്വമുണ്ടാകട്ടെ. നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ കേൾക്കാനുണ്ടായ ഒരു വചനം, അവന്റെ കൽപ്പന ലഭിച്ചു പ്രമാണിക്കുന്നവൻ അവനെ സ്നേഹിക്കുന്നവനാകുന്നു. അപ്പോൾ കൽപ്പന പ്രമാണിച്ചാൽ പോരാ, അതിനു മുമ്പ് എന്ത് ചെയ്യണം? ലഭിക്കണം. ഇസ്രായേൽ ജനം ചെങ്കടലിലേക്ക് കടന്ന്, ചെങ്കടൽ പിളർന്ന് അതിൽ കൂടി ഉണങ്ങിയ സ്ഥലത്ത് കൂടി മരുഭൂമിയിലേക്ക് നടന്നു കയറി. പുറമെ അതുപോലെ തന്നെ ഫറവോനും സൈന്യവും ചെങ്കടലിലേക്ക് ഇറങ്ങി മറുകര കടക്കാതെ മുങ്ങിപ്പോയി. അവരുടെ പ്രത്യേക പ്രശ്നം എന്താ ഉണ്ടായത്? ഫറവോനും സൈന്യത്തിനും ദൈവത്തിന്റെ കൽപ്പന എന്ത് ചെയ്തില്ല? ലഭിച്ചില്ല. പറയുന്നത് എന്നോട് പറഞ്ഞിട്ടുണ്ടോ, മറ്റുള്ളവരോട് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതല്ല, എന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നിശ്ചയം പ്രാപിക്കണം. ഇല്ല എങ്കിൽ ഇന്ന് അല്ലെങ്കിൽ നാളെ എവിടെയെങ്കിലും വെച്ച് തെറ്റും. അബ്രഹാമിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചത്, അബ്രഹാമിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചപ്പോ അത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അബ്രഹാമിന്റെ പിന്നാലെ ഇറങ്ങി തിരിക്കണം. ഇല്ല എങ്കിൽ ചില നാൾ കഴിയുമ്പോൾ ദർശനം തെറ്റിപ്പോകും. അപ്പോ ദൈവത്തോടുള്ള ബന്ധം നിലനിർത്താൻ അബ്രഹാമിന് പിന്നാലെ ഇറങ്ങി തിരിച്ചു. അതിനെ കുഴപ്പമില്ല. ഇവിടെയാണ് നമ്മൾ ഇന്ന് കേട്ട വചനത്തിന്റെ പ്രസക്തി. നമുക്ക് അറിയാം, ഇന്ന് ക്രിസ്തു ജനിച്ചതിന് ശേഷം, ക്രിസ്തു മരിച്ചതിന് ശേഷം 2000-ൽ പരം വർഷങ്ങളായി. ക്രിസ്തു ജനിക്കുന്നതിന് 2000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് ആണ് അബ്രഹാമിന്റെ കാലഘട്ടം. അന്നാണ്, ആ കാലഘട്ടത്തിലാണ് ഇയ്യോബിന്റെ കാലഘട്ടം. ദാസിൽ കൂടി പറഞ്ഞു കേട്ടല്ലോ. വേദോസം ഉണ്ടായിട്ട് എത്ര വർഷമായി? 1500 വർഷമായി. അതിന് മുമ്പ് പുസ്തകമല്ല, വിവിധ രൂപത്തിലാണ്. അതിന്റെയൊക്കെ ചരിത്രം വേറെ ഒരുപാടുണ്ട്. അപ്പോ ഇന്ന് നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വേദോസം എടുത്ത് നോക്കും. അന്ന് എടുത്ത് നോക്കാൻ പുസ്തകമുണ്ടോ? ഇല്ല. ഇനി ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പുള്ള ആണെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ന്യായപ്രമാണം എടുത്ത് നോക്കും. മറ്റേ അതിന് മുമ്പുള്ള കാലഘട്ടങ്ങളിലോ, മോശയ്ക്ക് മുമ്പുള്ള കാലഘട്ടത്തിൽ ന്യായപ്രമാണം പുസ്തകമില്ല. അപ്പോ ഇത് ഈ കൃപയുടെ കാലത്ത് വേദപുസ്തകമുണ്ട്, ഇതിന് മുമ്പുള്ള കാലത്ത് ന്യായപ്രമാണ പുസ്തകമുണ്ട്. അതിനു മുമ്പുള്ള അബ്രഹാമിന്റെ കാലത്ത് എന്താ ഉള്ളത്? ഒരു പുസ്തകമില്ല. കാരണം ന്യായപ്രമാണം കൊടുത്തിട്ടില്ല, പുതിയ നിയമം കൊടുത്തിട്ടില്ല. അവര് അന്ന് എന്നാ ഉള്ളേ? അന്ന് എങ്ങനെയാ ഈ വചനം? അന്ന് വചനമില്ലേ. ഇയ്യോബ് പറഞ്ഞ വാക്ക് ഓർത്ത് പോകണം, ഞാൻ അവന്റെ വചനത്തെ ബാക്കി എന്റെ ആഹാരത്തെക്കാൾ സൂക്ഷിച്ചിരിക്കും. ഇയ്യോബ് കഴിക്കുന്ന ഭക്ഷണത്തെക്കാൾ പ്രാധാന്യം ഇയ്യോബിനേതാ? വചനമാ. അന്ന് വേദപുസ്തകം ഉണ്ടോ? ഇല്ല. ന്യായപ്രമാണ പുസ്തകം ഉണ്ടോ? ഇല്ല. ചുരുളുകളുണ്ടോ? ഇതൊന്നും കാണില്ല. ഒരു കാര്യമില്ല. പക്ഷേ ഇയ്യോബ് പറയുകയാണ്, ഞാൻ നിന്റെ വചനത്തെ എന്റെ ആഹാരത്തെക്കാൾ സൂക്ഷിച്ചിരിക്കും. അപ്പൊ എവിടെ നിന്നുണ്ടായി? നമുക്ക് ഇന്നത്തെ തന്നെ പരിശോധിച്ചാൽ നമ്മുടെ ഇവിടെ ഒരു മേഴ്സി എന്ന് പറയുന്ന സഹോദരിയുണ്ട് ഡൽഹിയിൽ. എഴുത്തും വായനയും അറിയില്ല. കാരണം വിദ്യാഭ്യാസം തീരെയില്ല. പക്ഷെ അവരെന്ത് ചെയ്യണമെന്നുള്ളത് അവരിരുന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോഴത്തേക്കും അവർക്ക് വെളിപ്പാടായിട്ടോ ദർശനമായിട്ടോ ദൈവാത്മാവ് സംസാരിച്ച് അവർക്ക് കിട്ടും. എങ്ങോട്ട് ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ളത് അവർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കും. കാരണം അവർക്ക് പുസ്തകത്തിൽ നോക്കി അത് കണ്ടെത്താനുള്ള കഴിവില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കുക. ഇതിങ്ങനെ ആദാം മുതലുള്ള കാലഘട്ടങ്ങളിൽ, വിവിധമായ കാലഘട്ടങ്ങളിൽ വിവിധമായ പ്രമാണങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയത് എല്ലാം വന്ന് ഈ അന്ത്യകാലത്താണ് ഈ മുഴുവൻ കാര്യങ്ങളും നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. ഈ വെളിപ്പെടുത്തി തന്നിരിക്കുന്നതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണമാണിത്. ഇതിൽ ഉറ്റുനോക്കി ഇതിൽ നിലനിൽക്കുന്നവൻ ഭാഗ്യവാനാണ്. അതാണ്, ആ ഭാഗ്യമാണ് 1-ാം സങ്കീർത്തനം വായിച്ചു കേട്ടത്. രാപ്പകൽ അവന്റെ വചനത്തെ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. നമ്മൾ വീണ്ടും കേട്ട ഒരു വചനഭാഗം അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്.
പല മനുഷ്യരുടെയും ചിന്താഗതികളാണ് പറഞ്ഞു കേട്ടത്. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ? എനിക്ക് മാത്രം എന്താ ഇങ്ങനെ? വേറെ ആർക്കുമില്ലോ പ്രശ്നമൊന്നുമില്ലല്ലോ എന്നൊരു വാക്ക് നമ്മൾ കേട്ടു. പലരുടെയും പരാതിയാണ്. പലരുടെയും പരാതി. ഒരു കാര്യം ഓർത്തുകൊള്ളണം. ദൈവഭക്തനാണെങ്കിൽ, ദൈവം മുൻകണ്ട് എഴുതി വെച്ചിട്ടുള്ള മനുഷ്യനാണെങ്കിൽ, അവൻ അപൂർവ കാര്യങ്ങളെ കേട്ട് വിശ്വസിച്ച് വരേണ്ടവനാണ്. അപൂർവമായ കാര്യങ്ങൾ അനുഭവിച്ച് തെളിയേണ്ടവനാണ്. അപൂർവ കാര്യങ്ങളിൽ സാക്ഷ്യം പ്രാപിക്കേണ്ടവനാണ്. പറഞ്ഞ മനസ്സിലായില്ല. അപൂർവ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? അപൂർവം. ഓ! ഇത് വലിയൊരു ഇത് ഒരു മത്സ്യം ഇവിടെ കൊണ്ടുവന്നു. ഒരാള് പറയാ, ഇത് ഇവിടെ സാധാരണ ഉണ്ടാകുന്നതല്ല. അപൂർവം, അത്യപൂർവമാണ്. ഇതിവിടെ കിട്ടുന്നതല്ല ഈ സാധനം. അപൂർവ കാര്യമാണ്. വല്ലപ്പോഴൊക്കെ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. അപ്പോ എപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളല്ല. ഇതുപോലെയാണ് ദൈവം കണ്ടിട്ടുള്ളവൻ. എന്തിനാണെന്നറിയാമോ? ദൈവം കണ്ടിട്ടുള്ളവരും ദൈവം നിശ്ചയിച്ചിട്ടില്ലാത്തവരും തമ്മിൽ വേർതിരിക്കാനാണ്. ഭൂമിയിൽ മഴ പെയ്യുമെന്ന് നോഹയോട് പറഞ്ഞപ്പോ നോഹ അത് വിശ്വസിച്ചു. ബാക്കിയുള്ളവർ പറഞ്ഞാൽ വിശ്വസിക്കുമോ? വിശ്വസിക്കില്ല. കാരണം ദൈവം അപൂർവ കാര്യങ്ങൾ പറയുമ്പോൾ അത് വിശ്വസിച്ച് വരുന്നവൻ ദൈവത്തിനുള്ളവൻ. ഒന്നാമത്തെ ഘട്ടമാണ്. ഇതുവരെ മഴയുണ്ടായിട്ടുണ്ടോ? ആകാശത്ത് നിന്ന് വെള്ളം താഴത്തേക്ക് വരും എന്ന് പറഞ്ഞാൽ അന്നുള്ളവർ വിശ്വസിക്കില്ല. അവർക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. അവരെല്ലാം പരിഹസിച്ച് ഈ മലയിൽ വെച്ച് പെട്ടകം പണിയുന്നത് നോക്കി. നമ്മള് ഷിപ്പ്യാർഡില് കപ്പലുണ്ടാക്കണത് നമുക്ക് അതിനേക്കാൾ നല്ല എളുപ്പമല്ലേ, നല്ല സന്തോഷമാണ്. പർവ്വതം ഉണ്ടെന്ന് വെച്ചെന്നാൽ അത് മണ്ടത്തരമാണ്, ഭോഷത്തരമാണ്. കാരണം ഇത് ഇറക്കണ്ടേ? പണിതാ പോരല്ലോ, വെള്ളത്തിൽ ഇറക്കണ്ടേ? വെള്ളമില്ലല്ലോ, അതിനൊക്കെ വെള്ളമില്ലല്ലോ. അപ്പോ ഈ മലയിൽ വെച്ച് പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ അത് പെട്ടകം ഉണ്ടാക്കാൻ തുടങ്ങി പ്രശ്നങ്ങൾ. ഒന്നാമത് തന്നെ നടക്കുന്ന വഴിക്കുള്ള പരിഹാസമാണ്. എവിടെ പോകുന്നു ചോദിക്കുമ്പോഴത്തേക്കും പെട്രോൾ ഉണ്ടാക്കാൻ. അത് കാണാനും കുറെ പേര് വരും. രസാ. പറഞ്ഞ് ചിരിക്കുന്നത് ഒരു സന്തോഷാ. എല്ലാവരും കൂടെ കൂടി നിന്ന് നോഹ ക്ഷീണിച്ചില്ല. നോഹ അപ്പോഴും പെടുന്നുണ്ട്. കാരണം അവൻ എന്തിനെ കുറിച്ച് കേട്ടതാ? അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് വിശ്വസിച്ച് താനിക്കും തന്റെ കുടുംബത്തിനും വേണ്ടി ഒരു പെട്ടകം പണിതു. നമ്മുടെ നമ്മുടെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവ് കേൾപ്പിച്ചു തന്നതാണ് ഏത്? ഈ അപൂർവ കാര്യം. അത് വിശ്വസിച്ച് ഇതിൽ വരാൻ ഇടയായി തീർന്നത് ഉടയവന്റെ കരുണയെന്ന് ആദ്യം മനസ്സിലാക്കും. അതിനെ നിരസിച്ച് കളയാമായിരുന്നു. നിരസിച്ച് കളഞ്ഞതുമാ. എന്നാൽ കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ പ്രസംഗത്തിന്റെ ഭോഷത്വത്താൽ നമ്മെ രക്ഷിപ്പാൻ ദൈവം പ്രസാദിച്ചു. ഈ അപൂർവ കാര്യം കേട്ടപ്പോൾ തള്ളിക്കളഞ്ഞതാണ്. പക്ഷേ കർത്താവ് രക്ഷിച്ചു. തീർന്നിട്ടില്ല. ഇതിൽ വന്നതിന് ശേഷം നിങ്ങളുടെ പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനകൾ ഒരു അപൂർവ കാര്യം വന്നുകൂടി എന്ന് വെച്ച് നിങ്ങൾ അതിശയിച്ചു പോകുന്നു. വരുന്ന കാര്യം കേട്ടോ. വേറെ എല്ലാവർക്കും വരുന്ന പോലെ അല്ല ഈ വരുന്നത്. വേറെ മറ്റുള്ളവർക്ക് വരുന്ന പോലെ അല്ല വരുന്നത്. വേറെ ആരും ഇല്ലേ? ഈ ലോകത്ത് വേറെ ആരും ജീവിക്കുന്നില്ലേ? ഉണ്ട്. പക്ഷെ അവർക്കുള്ള അനുഭവം അല്ല ഇവർക്ക് വരുന്നത്. പെട്ടെന്ന് ചെവായിൽ വന്ന് കന്നുകാലികളെയൊക്കെ പിടിച്ചോണ്ട് പോയി സമ്പത്ത് മുഴുവൻ പോയി. ഒരാള് വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒറ്റയാളെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവർ മുഴുവൻ ചത്തുപോയി. ശരി. ദേ പുറകെ ഒരാള് വരുന്നു. 10 മക്കള് ചത്തുപോയി. നിന്നെ അറിയിപ്പാൻ ഒരാള് ഞാൻ മാത്രം വന്നു. ശരി. തൊട്ട് പുറകെ ആള് നിൽക്കുവാ. ഇതെന്തൊരു കാര്യം! ഇതെന്തൊരു കാര്യം! സംശയിക്കണ്ട. അപൂർവ കാര്യം. നീ എങ്ങനെ വിശ്വാസത്തിൽ വന്നു? അപൂർവ കാര്യങ്ങളെ കേട്ട് വിശ്വാസത്തിൽ വന്നത്
മറ്റുള്ളവർ വരാതിരിക്കാൻ വേണ്ടി കർത്താവ് തടുത്തതാ. ഇനി ഏതെങ്കിലും കാരണവശാൽ അപൂർവ കാര്യമൊക്കെ അതിജീവിച്ച് വെറുതെ വേഷം കെട്ടി ഇതിനകത്ത് വന്നവരുണ്ട്. അവരെ ഒന്നുകൂടി ശുദ്ധീകരിച്ച് പുറത്ത് കളയാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഇതിനകത്ത് വന്നതിന് ശേഷമുള്ള അപൂർവ ഈ അനുഭവം. ഇതിൽ പുറത്തു പോകും. ഇതിൽ പുറത്തു പോകാതിരിക്കില്ല. അതും അതിജീവിച്ച് ഒടുവില് ഒരു അപൂർവ കാര്യം പറയാൻ പോവാ. എന്താണ്? വിശ്വാസത്തിന്റെ പ്രവൃത്തി. നീ മകനെ കൊണ്ടുപോയി മോറിയാ മലയിൽ കൊണ്ട് യാഗം കഴിക്കാൻ. വേറെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇന്നുവരെയും കേൾക്കാത്ത കാര്യം. അപൂർവ കാര്യം. അത് വേറൊന്നിനുമല്ല. വേറൊന്നിനുമല്ല. എത്ര ഘട്ടം കഴിഞ്ഞതാ. അപൂർവ കാര്യം കേട്ടല്ലേ വിശ്വാസത്തിൽ വന്നേ. ആളുകൾ ചിരിക്കില്ലേ? ആകാശമേഖലകളിൽ യേശു വരും. സ്നാനപ്പെട്ട് കർത്താവിനോട് ചേരും. ഇതൊക്കെ പറഞ്ഞപ്പോ അന്ന് അപൂർവ കാര്യം കേട്ടാണ് ഇതിലേക്ക് വന്നത്. അപൂർവ കാര്യം അനുഭവിച്ചാണ് ഇന്നും നിലനിർത്തിയിരിക്കുന്നത്. ഇതൊക്കെയും സൂചിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ പുസ്തകത്തിൽ നീ ഉണ്ടെന്നുള്ളതാ. ദൈവത്തിന്റെ പുസ്തകത്തിൽ ഉണ്ടെന്നുള്ളതാ. എന്നാൽ തീർന്നിട്ടില്ല. ഒരു അപൂർവ കാര്യം, ഒരു അപൂർവ കൽപ്പന നിന്നെ നോക്കിയിരിപ്പുണ്ട്. അത് നീ ദൈവത്തിന്റെ സ്നേഹിതനെന്ന് തെളിയിക്കപ്പെടാനാ. നീ ദൈവത്തിന്റെ സ്നേഹിതനെന്ന് തെളിയിക്കപ്പെടാൻ, നീതിമാനെന്ന് സാക്ഷ്യം പ്രാപിക്കാനുള്ള ഒരു അപൂർവ കാര്യവും കൂടി ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ഓർത്തുകൊള്ളണം. അത് ദൈവം വചനം പറയുന്ന പോലെ ഇത് നീ നിന്റെ ഹൃദയത്തിൽ മറച്ചു വെച്ചല്ലോ. ഒരാൾക്കും അറിയാൻ പറ്റില്ല. ഒറ്റയാൾക്കും അത് വെളിപ്പെടുത്തില്ല. സമയം വരുമ്പോൾ ആ അപൂർവ കാര്യം വെളിപ്പെടുത്തും. ഒരുങ്ങിയിരിക്കാം. ദൈവമേ, ലോകത്തിൽ മറ്റുള്ള ജാതികൾ അനുഭവിക്കുന്നത് പോലെ അല്ലെങ്കിൽ മറ്റുള്ള വിശ്വാസികൾ അനുഭവിക്കുന്ന പോലെയുള്ള കാര്യമാണോ ഞാൻ അനുഭവിക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലായിരിക്കാം. അല്ലായിരിക്കാം. കാരണം നീ ദൈവത്തിന് ഒരു വിശേഷ ജനമാണ്. ഒരു അപൂർവ ജനമാണ്. ദൈവം തനിക്കുള്ളവരെ വേർതിരിക്കുന്ന ഘട്ടമാണിത്. ദൈവം തന്റെ ഭക്തനെ തനിക്കായി വേർതിരിക്കുമെന്ന് അറിയുക. അങ്ങനെയാണ് നീ വിശ്വാസത്തിൽ വന്നത്. അപൂർവ കാര്യം കേട്ട് വിശ്വാസത്തിൽ വന്നു. അപൂർവ കാര്യങ്ങളിൽ കൂടി ദൈവം നിന്നെ നടത്തി. ഇനി ഇതാ ഒരു അപൂർവ കാര്യത്തിൽ കൂടി നീ ദൈവത്തിന്റെ സാക്ഷ്യം, നീതിമാനെന്ന് സാക്ഷ്യം പ്രാപിക്കാൻ പോകും. മതിയല്ലോ. ആളുകൾ എന്തും പറയട്ടെ, ലോകം എന്തും പറയട്ടെ. നാമും ഉടയവരുമായിട്ടുള്ള ബന്ധത്തെ ഉറപ്പിക്കാം. ദൈവമേ, ഏത് അപൂർവ കാര്യം വന്നാലും ഞാൻ ഇളകിപ്പോകാതെ ദൈവത്തിൽ വിശ്വസിക്കാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമെന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് കൂട്ടുകളെ മടക്കാൻ പ്രാർത്ഥന. പരിശുദ്ധനായ ദൈവമേ,